പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോലഞ്ചേരി ടൗണിലാണ്. ഈ കോലഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തിലായിട്ടുള്ള വില്ല പ്ലോട്ടുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ട്രാവൽ പരവും ബിസിനസ് പരമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോ വഴി പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കോലഞ്ചേരി ടൗൺ എന്ന് പറയുന്നത് കൊച്ചി സിറ്റിയുടെ സാറ്റലൈറ്റ് ടൗൺ ആയിട്ട് വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൗൺ ആണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന റോഡ് NH 85. ഇതിന് സമാന്തരമായിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേ, കൊച്ചി തേനി എക്സ്പ്രസ് ഹൈവേ പണിയുന്നുണ്ട്. നിലവിൽ നല്ല ഷോപ്പിംഗ് ഏരിയ ആണ് കോലഞ്ചേരി ടൗൺ എന്ന് പറയുന്നത്. കോലഞ്ചേരി ടൗണിലെ സ്കൂളുകളും കോളേജുകളും എല്ലാ സൗകര്യങ്ങളും നിലവിലുണ്ട്. ഇപ്പം നിലവിൽ വികസനമുള്ള ഒരു ടൗണാണ് കോലഞ്ചേരി എന്ന് പറയുന്നത്. അതുകൂടാതെ 2 പുതിയ എക്സ്പ്രസ് ഹൈവേകൾ സംഗമസ്ഥാനമായിട്ട് മാറുന്ന ജംഗ്ഷനാണ് കോലഞ്ചേരി എന്ന് പറയുന്നത്. കോലഞ്ചേരിയുടെ ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് അങ്കമാലി കുണ്ടന്നൂർ എക്സ്പ്രസ് ഹൈവേ, അതുകൂടാതെ കൊച്ചി NH 85 കൊച്ചി തേനി എക്സ്പ്രസ് ഹൈവേയും കൂടി ഇന്റർ ജംഗ്ഷനായിട്ട് വരുന്ന സ്ഥലമാണ് കോലഞ്ചേരി. ഈ കൊച്ചി തേനി എക്സ്പ്രസ് ഹൈവേ വന്നു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കും എറണാകുളത്തിനും പെട്ടെന്ന് കണക്റ്റ് ആവും ഈ കോലഞ്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ വൻ വികസനമാണ് കോലഞ്ചേരിനെ കാത്തിരിക്കുന്നത്. കോലഞ്ചേരി ടൗണിൽ സ്കൂളുകളും കോളേജുകളും എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഒരു മെഡിക്കൽ കോളേജ് വരെ ഈ ടൗണിലുണ്ട്. ഈ പ്ലോട്ട് വരുന്നത് കോലഞ്ചേരിയിൽ നിന്ന് പട്ടിമറ്റം റൂട്ടിലാണ്. ഈ ഭാഗത്ത് ഈ കാണുന്നതാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ റോഡാണ് ഈ പോകുന്നത്. ഇത് കുന്നത്തനാട് താലൂക്കിൽ പെട്ടതാണ്. ഇപ്പം നിലവിൽ കുന്നത്തനാട് താലൂക്കിൻ്റെ ആസ്ഥാനം പെരുമ്പാവൂരാണ്. കോലഞ്ചേരിയിലേക്ക് ആസ്ഥാനം മാറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺഷിപ്പുകൾ അടുത്തുണ്ട്. പക്ഷേ പ്ലോട്ട് ഇരിക്കുന്ന സ്ഥലം ഭയങ്കര ശാന്തമായ ഒരു ഏരിയ ആണ്. കോലഞ്ചേരി പട്ടിമറ്റം പെരുമ്പാവൂരൊക്കെ എപ്പോഴും ബസ്സുള്ള റൂട്ടാണ്. നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴിയിലുള്ള ഒരു മാർക്കറ്റാണിത്. ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ, അങ്ങനെ എല്ലായിട്ടുള്ള മാർക്കറ്റ്. പക്ഷേ ഇതിൽ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാൻഡ്സ്കേപ്പ് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റും വരുന്നുണ്ട്. ഇനി വരുന്നത് സെൻറ്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളാണ്. CBSE സിലബസ് ആണ്. നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സ്കൂളാണ് കേട്ടോ അത്.
നമ്മളിപ്പോൾ പോകുന്ന റോഡിൻ്റെ ഇടതുഭാഗത്ത് ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് NH 544 വരുന്നത്. നമ്മുടെ പ്ലോട്ട് വരുന്നത് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു 750 മീറ്റർ മാത്രം മാറിയായിരിക്കും. പട്ടിമറ്റം നിലവിൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ടൗൺഷിപ്പാണ്. റിലീസ് തിയേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പട്ടിമറ്റം എന്ന് പറയുന്നത് എറണാകുളം, കാക്കനാട്, മൂവാറ്റുപുഴ കണക്ട് ചെയ്യുന്ന പ്രൈവറ്റ് റൂട്ടാണത്. നിലവിലെ കാക്കനാട് മൂവാറ്റുപുഴ ഈ റോഡ് ഉണ്ടല്ലോ, അത് 4 ലൈനായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള അംഗീകാരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുതിയ റോഡിൻ്റെ വരവ് ഈ ടൗണിനെ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സിലേക്ക് എത്തിക്കും. ഇവിടുന്ന് 4 കിലോമീറ്ററാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ളത്. പുതിയ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. നിലവിൽ ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പുതിയ ഇൻഫോ പാർക്ക് വരുന്നുണ്ടല്ലോ ഫേസ് 3, അങ്ങോട്ട് ഏകദേശം 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ടുള്ള സ്ഥലം കടയിരിപ്പ് ജംഗ്ഷൻ. ഈ കടയിരിപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്ന അത്യാവശ്യം ഒരു ചെറിയ ടൗൺഷിപ്പാണ്. അതുകൂടാതെ ഒരു സ്കൂളും ഇവിടെ ഉണ്ട്. പിന്നെ ഈ പ്ലോട്ടിൻ്റെ വില്ലേജ് വരുന്നത് കടയിരിപ്പ് വില്ലേജാണ്. അത് ഈ കടയിരിപ്പ് ജംഗ്ഷനിൽ തന്നെയാണ് ഉള്ളത്. ഈ പ്ലോട്ടിലേക്ക് പോകുന്ന റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മീറ്റർ വൈഡൻ ചെയ്തിട്ടുള്ള BMBC നിലവാരത്തിൽ ടാർ ചെയ്തിട്ടുള്ള റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഡിവൈറ്റ് ചെയ്തു വരുന്നത് ഒരു ശാന്തമായ ഇടത്തിലേക്കാണ്. നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴി ഇതാണ്. ിലേക്ക് 5 മീറ്റർ വീതിയുള്ള റോഡാണ് വരുന്നത്. ആ റോഡിന് സമീപത്തായിട്ട് ഒരു പഞ്ചായത്ത് കുളമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ജലലഭ്യത ആയിരിക്കും ഈ പ്ലോട്ടിൽ കേട്ടോ. നല്ലൊരു കുളമാണ് ഇവിടെ ഉള്ളത്.
നല്ല ശാന്തമായ ഏരിയയിലാന്ന് പറഞ്ഞില്ലേ, വീട് വെക്കാൻ വില്ല പ്ലോട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. ഒരുമിച്ചോ അല്ലെങ്കിൽ മുറിച്ചോ കൊടുക്കുന്നതാണ്. ഈ പ്ലോട്ടിൽ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ ഡ്രെയിനേജ് സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില 3.5 ലക്ഷം രൂപയാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.